ഗൗതമ ബുദ്ധ പറ. His original name is Siddhartha, born in Vaishali. ഇങ്ങനെ കുറച്ചുകൂടെ നീറ്റായിട്ട് എഴുതണേ, കുറച്ചുകൂടെ. മോൻ പഠിക്കേ. കോള് അറിയത്തില്ല, നീ നോക്കട്ടെ. ഹലോ ഹലോ, സന്ധ്യ. മനസ്സിലായോ? സന്ധ്യയോ? എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ആരാ? എന്നെ അത്രയ്ക്ക് നീ മറന്നുപോയോ? നമ്മള് കോളേജിൽ സന്ധ്യ, നീ ആയിരുന്നോ? മോൻ പഠിക്കേ, നീ ഇപ്പൊ വരാം. ആരാ അമ്മയത്? അമ്മയുടെ ഫ്രണ്ട്. ആ സന്ധ്യ. കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിന്നെ കണ്ടിട്ടുമില്ല. നിന്റെ കല്യാണത്തിന് വന്നതല്ലേ ഞാൻ. എത്ര വർഷമായിടാ കണ്ടിട്ട്. നീ ഇപ്പൊ എവിടെയാ? ഇപ്പൊ UK-ലാടാ ഞാൻ. UK-ലാ? ഓ, ഹസ്ബൻഡൊക്കെ അവിടെയാണല്ലേ. നീ ഇപ്പൊ എന്താ ചെയ്യുന്നു? ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ലടാ. ഇവിടെ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ് അല്ലേ, ഞാൻ വർക്ക് ചെയ്യാൻ പിന്നെ ഞാൻ ജോലിക്കൊന്നും ശ്രമിച്ചില്ല. ഇപ്പൊ എന്തെങ്കിലും ജോലിയിലിരിക്കുവാണോ? അല്ല, മോന് പഠിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പഴയ ക്ലാസ്മേറ്റ്സിനെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടുപിടിച്ചേട്ടോ. എത്ര പേരെ കണ്ടുപിടിച്ച്? 1-2 പേരുടെ കോണ്ടാക്ട്സേ കിട്ടാതെ ഉള്ളൂ, ബാക്കി എല്ലാരെയും കിട്ടി. അപ്പൊ എല്ലാരും കൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഫോം ചെയ്തു കേട്ടോ. ഞാനും വരാം. നീ എന്നെ കൂടെ ആഡ് ചെയ്തോ. എനിക്കത് വലിയ സന്തോഷമല്ലേ. നമ്മളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുക എത്ര വർഷമായി. നീ ഫ്രീ ആകുമ്പോൾ വിളിക്കേ. ശരിയെങ്കിൽ ശരി. പഠിച്ചോ മോനെ? ഓമേ ബുദ്ധാസ് പ്രിൻസിപ്പിൾസ്, അതിനെ കുറിച്ച് പറഞ്ഞു. എയ്റ്റ് പാത്ത്, പിന്നെ റൈറ്റ് ഇന്റൻഷൻ, റൈറ്റ് നോളജ്, റൈറ്റ്. മോൻ പഠിക്കേ. എനിക്ക് എന്തോ മെസ്സേജ് വന്നിട്ടുണ്ട്. മോൻ പഠിക്കേ. ഉമ്മി വാപ്പി അന്ന് വാപ്പി എന്താ ലേറ്റ് ആയത്? പാപ്പി കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു മോനെ. മോനെ സ്നാക്സ് ഉണ്ട്, മോൻ കൊണ്ടേ കഴിക്കേ. അതെ, അതാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ UK-ലാന്ന്. അവളുണ്ടല്ലേ, ഇന്ന് എന്നെ വിളിച്ചിരുന്നു. UK-ല്. നീ പോയി ഒരു ചായ ഇട്ടെ. അവള് കിന്നാരം പറഞ്ഞോണ്ട് നിൽക്കുന്ന ജോലിയും കഴിഞ്ഞിട്ട് കൊണ്ടുതന്നെ. ചെല്ലാം അങ്ങോട്ട് ചായ ഇട്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു പഴയ ഫ്രണ്ട് സന്ധ്യയെ കുറിച്ച്. ബിസിനസ് കാര്യമായിട്ടൊരു 100 കൂട്ടം കാര്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാ. അവള് സന്ധ്യയുടെ കാര്യം കൊണ്ടുവന്നു. പിന്നെ എനിക്ക് അതോർക്കാനല്ലേ സമയം. നിനക്ക് അടുക്കളയിൽ പണിയൊന്നുമില്ല, അങ്ങോട്ട് പോ.
സമയത്ത് വിളിക്കുന്ന? സന്ധ്യയാണല്ലേ. ഉമ്മി ആരാ ഉമ്മി? അത് ഉമ്മയുടെ ഫ്രണ്ട് മോനെ. ഓ ഹലോ, ആ സന്ധ്യേ, പറയടി, എന്താണ് വിശേഷം? ആ മെസ്സേജൊക്കെ വായിക്കുന്നുണ്ട്. ഹാഫിസ് ഉണ്ട് ഗ്രൂപ്പിൽ, അറിയോ? ആര്? നിന്റെ പഴയ. അവനെ ആഡ് ചെയ്തോ നീ ഇതില്? അവനും നമ്മുടെ ക്ലാസ്മേറ്റ് അല്ലേ. അത് വേണ്ടായിരുന്നടി. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അല്ല, നമ്മൾ ഫ്രണ്ട്സൊക്കെ തമ്മിലുള്ള ഗ്രൂപ്പല്ലേ. അവനെയും ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി. അതെ, നമ്മളെ ക്ലാസ്മേറ്റ് തന്നെയാണ്. പക്ഷേ അത് നിനക്കറിയാലോ ഞങ്ങളുടെ കാര്യം. അവൻ ഡിവോഴ്സ്ഡ് ആടി. നിന്റെ നമ്പർ അവൻ എൻ്റെ നിന്ന് വാങ്ങി. ആണോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലടേ. എൻ്റെ നമ്പർ നീ കൊടുക്കണ്ടായിരുന്നു. ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൻ ഗ്രൂപ്പിൽ നിന്ന് എടുക്കും. അല്ല, അവൻ വിളിക്കുകയാണ് ചെയ്താ. നിനക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നീ വിളിക്കണ്ടെന്ന് പറയണം. ശരിടേ. ഇവളെന്തിനാണ് എൻ്റെ നമ്പർ കൊടുത്തത്? വിളിക്കുക അങ്ങനെ ചെയ്യൂ? ഹലോ. ഹലോ, ആരാ? ശബ്ദം കേട്ടിട്ട് തന്നെ നിനക്ക് മനസ്സിലായില്ല? ഒന്ന് ഓർത്ത് നോക്ക്. ഹാഫിസാണോ? അപ്പൊ എന്നെ ഓർമ്മ ഉണ്ടല്ലേ? അത് എനിക്കിങ്ങനെ മറക്കാൻ പറ്റുമോ? നീ ഇപ്പൊ ഓക്കെ അല്ലേ? നിന്റെ കുടുംബജീവിതം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല ജീവിതമാണ് എൻ്റെത്. നമ്മളുടെ പഴയ കാര്യങ്ങളൊക്കെ നീ ഓർക്കുന്നുണ്ടോ? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. നിങ്ങൾക്ക് ഒരു കുടുംബമായി, എനിക്കും ഒരു കുടുംബമായി. ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. പിന്നെ എപ്പോഴും എന്നെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് നിന്നെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. എൻ്റെ കുടുംബജീവിതമൊന്നും ശരിയായിട്ട് പോകുന്നില്ല. എനിക്ക് നിന്റെ കൂടെ ജീവിച്ചാൽ മതി. അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് 2 കുട്ടികളുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒരു പാവമാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് തന്നെ. എന്നെ ഇനി വിളിക്കരുതേ. പിന്നെ എൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം. അല്ല, മറ്റൊരു രീതിയിലാണെങ്കിൽ എന്നെ വിളിക്കരുതേ. അല്ല, ഇപ്പോൾ വരും. ഇക്ക വരാറായി. ശരിയെങ്കിൽ വെച്ചോ. വിളിക്കല്ലേ? ശരി. എന്തിനാണ് ഇവിടെ ഈ നമ്പരൊക്കെ കൊടുത്തത്? നമ്മൾ അന്ന് അതെല്ലാം കഴിഞ്ഞതാ. അന്ന് ഒന്നിച്ച് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഹലോ. ഹലോ, ആഹാരം കഴിച്ചോ? ഞാൻ നിന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞില്ലേ എന്നെ വിളിക്കരുതെന്ന്. പിന്നെ എന്തിനാ വിളിക്കുന്നത്? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഇപ്പം ഇക്ക ഉണ്ട് ഇവിടെ. എന്നോട് ഇപ്പം സംസാരിക്കണ്ട. നീ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയാലും സംസാരിക്കും. ഞാൻ ഇപ്പം പുറത്താണ്, ഇക്ക അകത്തുണ്ട്. പറ, എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറ. ആഹാരം കഴിച്ചോ? നിനക്ക് സുഖം തന്നെ? എന്തൊക്കെയാ വിശേഷം? നീ കാര്യങ്ങൾ പറയുന്നോട്. അത് ഇവിടെ ഇന്നൊരു സംഭവം ഉണ്ടായി. ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് നിന്നോട് വിളിച്ച് സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിനൊരു സന്തോഷവും ഒരു ആശ്വാസവും. ഇപ്പം എന്തോ കുറച്ച് ദിവസമായിട്ട് നീയായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും നീ കുറച്ച് സമയം വിളിച്ചില്ലല്ലോ. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഡിവോഴ്സാണ്. എന്ത് പറ്റി? ഞാൻ നീയായിട്ട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിനൊരു സന്തോഷം.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിച്ചോട്ടെ? അത് അത് പിന്നെ ഇക്ക ഉള്ളപ്പം അത് കുഴപ്പമില്ല. ഇക്ക ഉള്ളപ്പോൾ നീ കട്ട് ചെയ്താൽ മതി. ഞാൻ നിന്നെ വിളിച്ചോട്ടെ? ഉം. നീ കഴിച്ചോ? ഓ, എന്നെക്കുറിച്ച് ഓർക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് സന്തോഷമായി. എങ്കിൽ ശരി, വെക്ക്. ഞാൻ മോനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാ. ഇക്കായും തിരക്കും. ശരിയെങ്കിൽ ഞാൻ വിളിക്കാം. ഉം. ശരി എന്നാൽ, ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പറഞ്ഞു. ഞാൻ ഇത്തിരി പാചകത്തിൽ ഇപ്പം വരത്തില്ലേ, അപ്പം എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ. കഴിക്കാൻ ലഞ്ച് കൊടുത്തു വിടാനും പറ്റിയില്ല. രാവിലെ നീയായിട്ട് ഇന്നലെ രാത്രി മൊത്തം സംസാരിച്ചുകൊണ്ടിരുന്നോണ്ടേ രാവിലെ എഴുന്നേക്കാൻ താമസിച്ചു. എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദനയാണ്, അപ്പോൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല. നീ ഒന്ന് ഫോൺ വെച്ചിട്ട് വേണ്ടേ? ഞാനിപ്പോൾ ബ്ലൂടൂത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ വരുമായിരിക്കും, അപ്പം ഞാൻ മൈൻഡ് ചെയ്യാറേയില്ല. രാവിലെ എഴുന്നേറ്റാൽ കുട്ടികളുടെ കാര്യം നോക്കണം, പിന്നെ അത് കഴിയുമ്പോൾ വീട്ടിലെ കുറേ കാര്യങ്ങൾ, വീട്ടിലെ പാചകം, അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴാണ് സമയം? മറ്റേതങ്ങ് വെറും എന്താ ഒരു യന്ത്രത്തിനെ കണക്ക് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം നീ വിളിക്കുമ്പോഴാണ് എനിക്കൊരാശ്വാസം. എന്തെങ്കിലും മിണ്ടിയും പറയാൻ പോലും ആരുമില്ല. വരും, കുട്ടികളുടെ കാര്യം നോക്കും, പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ, തിരക്കുകൾ, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, നമ്മളെ കാര്യമൊന്നും തിരക്കാനൊന്നും ഒരു സമയമില്ല. എത്രയും നാളായതാ പുറത്ത് തന്നെ ഒന്ന് പോയിട്ട്. അറിഞ്ഞാ ഞാൻ വരാം. പിന്നെ 5 മണിക്ക് മുമ്പ് ഇനി തിരിച്ചു കൊണ്ടാക്കണം. ശരി, വെക്കണ്ട, കുറച്ച് നേരം കൂടെ സംസാരിക്കാം. ശരി. ശരി. നിന്നെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നീ പഴയ ആളെ അല്ല. എന്ത് പറ്റി നിനക്ക്? എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല, ഞാൻ പഴയ ആളൊക്കെ തന്നെ. എപ്പോൾ നോക്കിയാലും നീ ഫോണിലാണല്ലേ? അതെൻ്റെ ഫ്രണ്ട്സ് വിളിക്കുന്നതാ. നിന്റെ ഫ്രണ്ടൊന്നും അല്ല. കളിയും ചിരിയും കുറേ ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിന്നെ ആരാ വിളിക്കുന്നത്? എനിക്കോ മക്കൾക്കോ നീ ശരിയായിട്ട് ഫുഡ് വരെ ഉണ്ടാക്കി തരുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, കൊഞ്ചലും കുഴയലും ഒക്കെ. ആരാ അത്? പറ. അപ്പം നിങ്ങൾ കണ്ടുപിടിച്ച്, ഇനിയിപ്പം ഞാനെന്താ പറയാനാ? അത് എന്നെ വിളിച്ചത് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ഹാഫിസിൻ്റെ കാര്യം. ഹാഫിസോ? അതാര്? പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കോളേജിൽ വെച്ചുള്ള ഞാനും അവനുമായിട്ട് റിലേഷനിലായിരുന്നെന്നൊക്കെ. ഇപ്പം അവൻ വിളിക്കാറുണ്ട്. എനിക്ക്
നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. നിങ്ങൾ എന്നോട് എപ്പോഴെങ്കിലും നീ ഒന്ന് ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ, നീ ഓക്കെ ആണോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടോ? വീട്ടുകാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം നോക്കി എന്താ ഒരു യന്ത്രത്തെ പോലെ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുകയോ എൻ്റെ സന്തോഷങ്ങൾ എന്താണെന്ന് തിരക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യാറില്ല. ഞാനൊരു മനസ്സ് മുരടിച്ച പോലെയാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത് പോലും. അപ്പം അവൻ വിളിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പം എന്നെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരാളെ വേണ്ടേ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? എൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് നിങ്ങളുമായിട്ടുള്ള വിവാഹം തന്നെ നടന്നത്. എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ റിലേഷൻ അവിടെ വെച്ച് ഞാൻ അവനെ ചതിക്കുമായിരുന്നു. അവൻ്റെ മനസ്സിൽ ഞാനാണിപ്പോഴും. അപ്പം എനിക്ക് തോന്നി ഞാൻ ഒത്തുപോകേണ്ട അവൻ്റെ കൂടെയാണ്, അല്ലാതെ എന്നെ വേണ്ടാത്ത ഒരാളുടെ കൂടെയല്ല. ഒരു മനുഷ്യനായിട്ട് പോലും കൽപ്പിക്കാത്ത ഒരാളുടെ കൂടെയല്ല എനിക്ക് ഇത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളിപ്പം നിങ്ങളായിട്ട് എന്നെ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ നാളെ അവൻ്റെ കൂടെ പോകാനിരുന്നതാ. അപ്പോഴറിയുന്നതിനെ കഴിയും എന്തുകൊണ്ടും നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞല്ലോ. ആ നീ വരൂടാ ഇപ്പം? ആ ഞാൻ ദാ ഇപ്പം ഇവിടുന്ന് ഇറങ്ങേ, പുറത്തോട്ട് വാ. ഉമ്മേ ഉമ്മേ ഉമ്മ ഇപ്പൊ പോണ്ട ഉമ്മേ. വാപ്പി നോക്ക്, ഉമ്മ എവിടെ പോന്ന്? മോൻ ഇവിടെ നല്ലപോലെ അടിക്കണേ. ഉമ്മ പോണ്ട, ഉമ്മ പോണ്ട ഉമ്മേ. മോൻ വിട്. ഉമ്മേ ഉമ്മക്ക് പോണം. വാപ്പി ഉമ്മ പിടി ഉമ്മേ. ഉമ്മ എവിടെ പോന്ന്? വിട് ഉമ്മേ. മോൻ വിട്. ഉമ്മ പോണ്ട ഉമ്മ, പോണ്ട ഉമ്മേ. ഉമ്മ നമ്മൾ ഒറ്റയ്ക്കാക്കിട്ട് പോണ്ട ഉമ്മേ. പോവണ്ട, വാ ഉമ്മേ. ഉമ്മേ പോവണ്ട, വാ ഉമ്മേ, വാ. ഉമ്മേ പോവണ്ട ഉമ്മേ. ഉമ്മേ വാ ഉമ്മേ. മോനെ മോൻ കരയണ്ട മോനെ. മോന് വാപ്പിയുണ്ട്. വാപ്പി ഒരിക്കലും മക്കളെ കളഞ്ഞിട്ട് പോകത്തില്ല. വാ മോനെ. നമ്മളെ വേണ്ടാത്തവർക്ക് നമുക്കും വേണ്ട. മോനെ വാപ്പി നോക്കാം. വാ മോനെ. ഹലോ, എനിക്ക് വെച്ചിടാ. ഹലോ ഹാഫിസേ, സ്വിച്ച് ഓഫ്. ഹലോ സന്ധ്യ, എന്താണ് നീ വിളിച്ചെന്താ? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. ആ ഹാഫിസ് ഉണ്ടല്ലേ, അവൻ മഹാ ഉടായിപ്പാടി. അവൻ ഒരുപാട് പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ട്. നിന്നോട് അക്കാര്യം ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. നീ അവൻ പറയുന്നതിലൊന്നും വീണ് പോവല്ലേ. ആ എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി, വെക്കട്ടെ. ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ നിന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞതാ. ശരി.